ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് അസൈൻമെൻറ്റ് ചെയ്യാണ്. അതായത് മിസ്സ് ഒരു സ്പ്രിംഗ് സീസണിൻ്റെ പിക്ചർ ഡ്രോ ചെയ്യാൻ പറഞ്ഞിരുന്നു. നാളെയാണ് സബ്മിറ്റേഷൻ ഡേറ്റ്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. സ്പ്രിംഗ് സീസണൊന്നും ഇപ്പോൾ കാണാൻ പാടില്ല, അത് കളറൊക്കെ കൊടുത്ത് വരുമ്പോൾ ആവുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടി ഡാർക്കറായിട്ട് ഔട്ട്ലൈൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഓൾറെഡി വരഞ്ഞിട്ടുള്ള അതിൻ്റെ മേലിലൂടെ ഒന്നുകൂടി ഞാൻ വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇച്ചിരി കൂടി ഡാർക്കറായിട്ട് ഉണ്ടാവും. അതാണ് ഒരു പിക്ചറിനൊക്കെ കാണാൻ ഭംഗി ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ നല്ല ഡാർക്ക് പെൻസിലാട്ടോ. ഇത് ഡോംസിൻ്റെതാണ്, ആണ് നല്ല ഡാർക്കാണ്. അപ്പോൾ ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ കുറച്ച് എത്തിയിട്ടേ ഉള്ളൂ. കുറേ പണിയുണ്ട് ഇതിങ്ങനെ കൊടുക്കാൻ. ആദ്യം വരയ്ക്കുമ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ല. അത് രണ്ടാമത് ഡബിൾ ഡാർക്ക് ചെയ്യുമ്പോഴാണ് പണി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കളറൊക്കെ കൊടുത്തിട്ട് സ്പ്രിംഗ് സീസൺ ആക്കി എടുക്കാൻ പറ്റുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഇങ്ങനെയാണ് പ്രശ്നം. ഇത് അതിൻ്റെ അടിയിലൂടെയും മേലയിലൂടെയും ഒക്കെ വരഞ്ഞു പോകും. അപ്പോൾ ആദ്യം വരയുമ്പോൾ ഇങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. രണ്ടാമത് വരയുമ്പോൾ ഇങ്ങനെ അടിയിലൂടെയും മേലിലൂടെ ഒക്കെ ആയിപ്പോവും. ഞാൻ ആദ്യം വരച്ച ആ രീതിക്കൊന്നും ഇത് കിട്ടുന്നില്ല കേട്ടോ. ആദ്യം വരച്ചത് ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നു. അതിങ്ങനെ മേലിലൂടെയും താരലൂടെയും ആവില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ മേലിലൂടെയും താരലൂടെയും കായി പോകുന്നുണ്ട് ഇവിടെ. ഇച്ചിരി നല്ലോണം പുറത്തായിരുന്നതേ. ഒന്ന് മാറിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും അപ്പുറത്തെ സൈഡും അതേമാതിരി തന്നെ ഡബിൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഈ ഒരു സെക്ഷനാണ് ഞാൻ വരഞ്ഞു കൊടുക്കുന്നത്. ഇത് മലയാട്ടോ. ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിശേ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ പുല്ലാട്ടോ. ആ ഫോട്ടോയിൽ അങ്ങനെയാണ് ഞാൻ കണ്ടത്. പുല്ല് പോലെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം കാണുമ്പോൾ എനിക്ക് സ്പ്രിംഗ് സീസണായിട്ടൊന്നും തോന്നില്ല. ഇത് ഞാൻ കളർ ചെയ്തെടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സ്പ്രിംഗ് സീസൺ ആക്കി എടുക്കണം. ആടെയുടെയൊക്കെ ലൈന് തെറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഒരു ലൈന് അത് ഞാൻ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഇച്ചിരി കട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യം വരഞ്ഞതിൽ. ജസ്റ്റ് അതിൻ്റെ മേഖലയിൽ കൂടെ കളറടിക്കുന്ന പോലെ അടിച്ചാൽ മതി. നല്ല വീതി ഉണ്ട് അത്യാവശ്യം കൊടുക്കേണ്ടിയിട്ട്. പിന്നെ വീതിയില്ലാത്ത സ്ഥലം വരുമ്പോൾ ഒന്ന് സ്ലോ ആക്കിയിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതെ ഇവിടെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് വരണം കൊടുക്കാം. ബിക്കോസ് അവിടെ നോർമൽ പെൻസിലിൽ സ്കെയിൽ യൂസ് ചെയ്യാണ്ട് വരഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളഞ്ഞൊക്കെ പോകട്ടോ. അവിടെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തു. അടുത്തത് ഇവിടെ ഉള്ളത് കാക്കയാണ് കേട്ടോ. അപ്പോൾ ഈ കാക്കക്ക്
ഒന്നുകൂടി ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. വരഞ്ഞു കൊടുത്ത്. അപ്പോൾ ഡാർക്ക് ചെയ്തപ്പോൾ ഉള്ള പിക്ചർ ഇതാട്ടോ. ഇനി നമുക്കിതിനെ കളർ അടിക്കണം. അപ്പോൾ നമുക്കിതിനെ കളർ ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന കളർ പെൻസിൽ ഇതാണ്. ഇതിൻ്റെ 36 കളർ പെൻസിൽസാണുള്ളത്. ഇത് 2 റോ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒന്നും എനിക്ക് മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ അത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. കുറേ കളർ പെൻസിൽസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഇത് നല്ലോണം ഷെയ്ഡിങ്ങിന് പറ്റിയ പെൻസിലാണ്. അത്ര ഡാർക്കല്ല, എങ്കിലും ഷെയ്ഡിങ്ങിനൊക്കെ നല്ലോണം പറ്റിയ പെൻസിൽസ് ആട്ടോ. ഇതിൻ്റെ കമ്പനി വന്നിട്ട് ഫ്ലമിംഗോ എന്നുള്ളതാണ്. നല്ല പെൻസിലാണ് കേട്ടോ. ഇവിടെ വാട്ടറാണ് വന്നിട്ടുള്ളത്. വാട്ടറിന് ബ്ലൂ കളർ. ഞാൻ അറ്റത്ത് തന്നെ ഡാർക്ക് ബ്ലൂ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടി ഹൈലൈറ്റ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡാർക്ക് ബ്ലൂ എടുത്ത് കൊടുക്കുന്നത്. ഏകദേശം അതിൻ്റെ മിഡിലായിട്ട് ഞാൻ വേറെ ലൈറ്റ് ബ്ലൂ, ഇതിപ്പോൾ അത്ര ഡാർക്കൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ മിഡിലായിട്ട് ഞാൻ ലൈറ്റ് ബ്ലൂ ഒക്കെ എടുക്കും. ലൈറ്റ് ബ്ലൂ കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ലതായിട്ട് വരുമെന്നാണ് പ്രതീക്ഷ. ഈ അറ്റത്തും ഞാൻ അതേമാതിരി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡിൽ മാത്രമാണ് ഞാൻ ഇതൊരു ഔട്ട്ലൈൻ മാതിരി വീണ്ടും അതിൻ്റെ ഉള്ളിൽ കളർ അടിക്കുമ്പോൾ വേറെ ഔട്ട്ലൈൻ മാതിരി ഈ കളർ പെൻസിൽ വെച്ചിട്ട്, നോർമൽ പെൻസിൽ വെച്ചിട്ട് കൊടുത്ത ഔട്ട്ലൈൻ അല്ലാണ്ട് വേറൊരു ഔട്ട്ലൈൻ മാതിരി കൊടുക്കുകയാണ്. കളേഴ്സ് വെച്ചിട്ടുള്ള ഔട്ട്ലൈൻ മാതിരി. അതെ, ഞാനിങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ലൈറ്റ് ബ്ലൂ എടുക്കണം. ലൈറ്റ് ബ്ലൂ ഇതാട്ടോ. ഇതാണ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മിഡിൽ പോർഷനായിട്ട്. അപ്പോൾ നമുക്ക് മിഡിലായി ബ്ലൂ കൊടുത്ത് തുടങ്ങാം. ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഏകദേശം ഒരേപോലെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത്ര ഇതൊന്നും ആയിട്ടില്ല. ഏകദേശം ഒരേപോലെയാണ് ഉള്ളത് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഫോണിൽ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ തന്നെ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി കൂടി ഡാർക്കാണ് അറ്റത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതെ, നമുക്കത് അപ്പുറത്തെ സൈഡിലുള്ള പോർഷനിലും ഇതേമാതിരി തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ കഴിച്ചേ ഇവിടെയുള്ള വെള്ളത്തിന് ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതെ ഇവിടെ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇവിടെ നമുക്ക് ഗ്രീന്, അതേപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഗ്രീനാണ് അടിക്കുന്നത്. ഈ ഗ്രീൻ ആട്ടോ കൊടുക്കുന്നത്. ഈ ഗ്രീൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുക, ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഉള്ളിൽ ഫിൽ ചെയ്യുക. ഔട്ട്ലൈൻ കൊടുത്ത് തന്നെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫിൽ ചെയ്യാം. അടിക്കുക കേട്ടോ. ഞാൻ ഈ കളർ പെൻസിൽ അടിക്കുന്ന മാറ്റി ബ്രഷ് പെൻ ആക്കി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വാട്ടറിനൊക്കെ ഒന്ന് ബ്രഷ് പെൻ വെച്ച് കൊടുക്കാം. ഞാൻ ബ്ലൂ വെച്ച് അടിച്ച് കഴിഞ്ഞോട്ടോ. അടുത്ത് നമുക്ക് ഗ്രീൻ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗൈസ് ഞാൻ ഗ്രീന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെയും കൂടി ഗ്രീൻ കൊടുക്കാനുണ്ട് കേട്ടോ. ഇച്ചിരി റിസ്ക്കാണ് ഇങ്ങനെ അറ്റത്തൊക്കെ ഈ ബ്രഷ് പെൻ വെച്ച് കൊടുക്കാന്നുള്ളത്. പക്ഷേ ബ്രഷ് പെൻ ഭയങ്കര സ്മൂത്താണ് അടിക്കാനൊക്കെ. അതാണ് ബ്രഷ് പെൻ ഏറ്റവും വലിയ ഗുണം. പിന്നെ പെട്ടെന്ന് അടിച്ച് കഴിയുകയും ചെയ്യും. ഞാൻ ബ്രാഞ്ചിന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ബ്രൗൺ കളർ വെച്ചിട്ടാട്ടോ അടിക്കുന്നത്. ഞാൻ അടിച്ചു, ഓടി അടിച്ചു, ഓടി അടിച്ചു. ബ്രൗൺ വെച്ചിട്ട് അടിക്കാം കേട്ടോ. ഇനി ഇച്ചിരി റിസ്ക് ഒക്കെയാണ് ഇങ്ങനത്തെ കുഞ്ഞു സ്ഥലത്തൊക്കെ ഈ ബ്രഷ് പെൻ എടുത്ത് അടിക്കുക എന്നുള്ളത്. ഞാൻ ബ്രൗൺ അടിച്ചു കൊടുത്തു. ഇനി ഇവിടെ ഒരു പേസ്റ്റൽ കളറാണ് കാണുന്നത്. ഇത് ഈ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് പോലത്തെ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. പിങ്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ കളർ മാറ്റുക കേട്ടോ. നമുക്ക് സദാ രസമില്ലാതെ ഞാൻ ഡാർക്ക് പിങ്ക് എടുത്തിട്ടാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് പിങ്ക് അടിച്ചു കൊടുത്തു കേട്ടോ.